ഓരോ മലയാളിയും ആഗ്രഹിച്ചിരുന്നതാണ് സഞ്ജു സാംസന്റെ വെട്ടിക്കെട്ട് ബാറ്റിംഗ്. അതെ, ബംഗ്ലാദേശിനെതിരായ മൂന്നാം T20 അത് കണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അത് സുഹൃത്തുക്കളെ, മലയാളികളുടെ അഭിമാനമായ നമ്മുടെ സഞ്ജു സാംസൺ ഓപ്പണിംഗ് ബാറ്റിംഗിൽ വെട്ടിക്കെട്ട് നടത്തി. വെട്ടിക്കെട്ട് എന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ വെട്ടിക്കെട്ട് പോലെ അത്രയും മനോഹരമായിരുന്നു. അതിൽ ഒരു ഓവറിൽ 5 സിക്സ് വരെ എത്തുകയുണ്ടായി. ഒരിക്കൽ യുവരാജിന്റെ ആ സിക്സിന്റെ എണ്ണത്തിൽ അത് ഒപ്പത്തിനൊപ്പം എത്തുമെന്ന് തോന്നിപ്പിച്ച നിമിഷം അവസാനം ഒരു പന്ത് മിസ്സായി. ഒരു ഓവറിൽ 5 സിക്സുകൾ അടിച്ച് പൊട്ടിപ്പൂരമായിരുന്നു. സിക്സറുകളുടെ പെരും മഴയായിരുന്നു. 40 പന്തിൽ 100 റൺസിലേക്ക് എത്തി. വളരെ അതിമനോഹരമായ. ഇതിനു മുമ്പ് രോഹിത് ശർമ്മ മാത്രമാണ് 34 പന്തിൽ 35 പന്തിലായിട്ട് സെഞ്ചുറി അടിച്ച് രോഹിത് ശർമ്മ മാത്രമാണ് സഞ്ജു സാംസൺ മുന്നിലുള്ളത്. 40 പന്തിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 100-ലേക്ക് എത്തി. അതിമനോഹരമായ ഇന്നിംഗ്സുകളായിരുന്നു. എടുത്തു പറയാൻ സഞ്ജു സാംസൺ മാത്രമല്ല കേട്ടോ, സൂര്യകുമാർ യാദവും കൂടെ അതിമനോഹരമായി കളിച്ചു. അവസാന നിമിഷങ്ങളിൽ ഹാർദിക് പാണ്ഡ്യ കൂടെ അതിമനോഹരമായി കളിച്ചതോടെ ഒരിക്കൽ 300 കടക്കുമെന്ന് പോലും തോൽപ്പിച്ചു. അത്രയ്ക്ക് മനോഹരമായിരുന്ന ഇന്നിംഗ്സുകളായിരുന്നു. ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞാൽ കുങ്ഫു പാണ്ഡ്യ എന്ന് പറയുന്ന നമ്മുടെ കുങ്ഫു പാണ്ഡ്യ അവസാന നിമിഷത്തിൽ തകർത്തടിക്കുകയായിരുന്നു. പക്ഷെ ചെറിയ പിടിയോ മിസ്റ്റേക്ക്. ഹാർദിക് പാണ്ഡ്യയുടെ ആ ക്യാച്ച് അതിസുന്ദരമായിട്ട് ബൗണ്ടറി ലൈനിൽ വെച്ചെടുത്ത ആ ക്യാച്ചിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 300-ന് മുകളിൽ ഇന്ത്യ സ്കോർ ചെയ്തേനെ. ഇപ്പോൾ ടോട്ടൽ സ്കോറിൽ ഏറ്റവും കൂടുതലുള്ളത് നേപ്പാളിനാണെന്ന് തോന്നുന്നു. 314 റൺസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ചെറിയ ടീം മത്സരമാണ്. ഇപ്പോൾ ഈ ഒരു സ്കോറിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 297 റൺസ് എന്നത് ഇന്ത്യയാണ് ഏറ്റവും മികച്ചതാണെന്ന് പറയാം. അത്രയും മികച്ച ഒരു റൺ ഇതാണ് നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിൽ കണ്ടത്. ഇതിൽ ബംഗ്ലാദേശിന്റെ ഇന്നിങ്സ് 164 റൺസിൽ അവസാനിച്ചു. അങ്ങനെ ഇന്ത്യ വലിയൊരു വിജയമാണ് ഇവിടെ നേടിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? ഇന്നത്തെ മത്സരത്തെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, കമന്റുകളിൽ രേഖപ്പെടുത്താം. എന്താണ് നമുക്ക് ഒരു സംഭാവന നടത്താം. സഞ്ജു സാംസൺ എന്ന് പറയുന്ന അതിമനോഹരമായിരുന്ന ഇന്നിങ്സ് ആയിരുന്നു. കാരണം ഓരോ മലയാളിയുടെയും മനസ്സിന് സന്തോഷം തരുന്ന ഇന്നിങ്സ് ആയിരുന്നു സഞ്ജു സാംസൺ എന്ന് പറയുന്ന നമ്മുടെ വെട്ടിക്കെട്ട് ബാറ്റ്സ്മാൻ നടത്തിയിരിക്കുന്നത്. 3 ഫോർമാറ്റിൽ സഞ്ജുവിന്റെ കഴിവ് തെളിയിക്കാൻ പോവുകയാണ്. കാരണം അത്രയും ടാലൻ്റുള്ള പ്ലെയറാണ് നമ്മൾ സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. എത്ര മനോഹരമായിരുന്ന ഇന്നിങ്സ് വരുന്നതോ അത്ര മനോഹരമായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഷോട്ടുകളായിരുന്നു ഇന്നത്തെ സഞ്ജുവിൻ്റെ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് തന്നെയാണ് പറയാൻ വന്നത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ മറക്കെങ്കിൽ മാത്രമേ ഞാൻ ഇനി എടുത്ത വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ല വീഡിയോസുമായി ഇന്ന് ഞാൻ ഇത് ഒരു കാര്യം പറയാൻ മാത്രമാണ്. കാരണം ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഓരോ മലയാളികളുടെയും അഭിമാനമായ സഞ്ജു സാംസനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അപ്പോൾ ഇത് ഒരുപാട് ടെക് ഇൻഫോർമേഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും വരുമ്പോഴേക്കും വണക്കം.